നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 21 വെള്ളി. ഛത്തീസ്ഗഡ് മാവോയിസ്റ്റുകൾക്കെതിരെ നീക്കം ശക്തമാക്കി സുരക്ഷാസേന. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ 2 ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാസേന 30 മാവോയിസ്റ്റുകളെ വധിച്ചു. ബിജാപൂർ ജില്ലയിൽ 26 പേരെയും കാങ്കറയിൽ 4 പേരെയുമാണ് കൊലപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിൽ ഈ വർഷം 113 മാവോയിസ്റ്റുകളെ വധിച്ചതായി പോലീസ് അറിയിച്ചു. ഇന്ത്യയിൽ മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള മുന്നേറ്റത്തിൽ സുരക്ഷാസേന മറ്റൊരു വലിയ വിജയം കൂടി നേടിയിരിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അടുത്ത വർഷം മാർച്ച് 31 മുൻപായി രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ അറിയിച്ചു. മരുന്നു വിതരണം. കുടിശ്ശിക നൽകാത്തതിനാൽ കമ്പനികൾ പിൻവാങ്ങുന്നു. 600 കോടി രൂപ കുടിശ്ശികയിൽ കൊടുത്തത് 150 കോടി മാത്രം. 4 വർഷത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കുമെന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെ അടുത്ത വർഷത്തെ മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലെ തേനീച്ചക്കൂടുകൾ മാറ്റി. മുതലപ്പൊഴിയിലെ മണൽക്കൂന നീക്കാൻ ആവശ്യം. തീരദേശപാത ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കടുത്ത ചൂടും അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. കൊല്ലത്ത് റെഡ് അലർട്ട്. ദ്രാവിഡ ഭാഷാ പണ്ഡിത ഡോക്ടർ കെ രത്നമ്മ അന്തരിച്ചു. യുഎസിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം 2 തവണ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത തെളിഞ്ഞ സാഹചര്യത്തിൽ ഓഹരി വിപണിയിൽ കൂട്ടക്കുതിപ്പ്. സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ്. കറൻസി വിപണിയിൽ രൂപയ്ക്ക് കൂടുതൽ കരുത്ത്. ക്ഷീരകർഷകർക്ക് ലാഭകരമായ രീതിയിൽ പാൽ വില വർദ്ധിപ്പിക്കുന്ന സംവിധാനം നടപ്പാക്കണമെന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. 10 വർഷം കൊണ്ട് ലിറ്ററിന് 30 രൂപയിൽ നിന്ന് 45 രൂപ വരെ പാൽവില വർദ്ധിച്ചെങ്കിലും കർഷകർക്ക് കാര്യമായ ലാഭമുണ്ടായില്ല. ഇനി കാഴ്ചപ്പാട് പേജ് നോക്കാം. ദൈവം നിങ്ങളുടെ മുഖത്തേക്കോ രൂപഭംഗിയിലേക്കോ നോക്കുന്നില്ല. ദൈവനോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആത്മാർത്ഥതയിലേക്കുമാണ്. മുഹമ്മദ് നബിയുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. ഫോർമുല 1 കാറോട്ടത്തിന് 75 വയസ്സ്. എഞ്ചിനീയറിംഗ് മികവിന്റെ ചരിത്രം എന്നതിനൊപ്പം മനുഷ്യ മികവിന്റെ ഫിനിഷിംഗ് ലൈൻ തേടിയുള്ള അന്വേഷണം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ US നടപടി തുടരുന്നു. ഹമാസ് ബന്ധമെന്ന ആരോപണം. ഇന്ത്യൻ വിദ്യാർത്ഥി അറസ്റ്റിൽ. സംസ്ഥാനത്ത് അവിദഗ്ധ തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനത്തിന്റെ പകുതി പോലും ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയ്ക്ക് 30-ന് കൊച്ചിയിൽ സ്വീകരണം. അനുമോദന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങളിൽ അഭിനയിച്ച 6 പ്രമുഖ സിനിമാ താരങ്ങൾക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തു. കേന്ദ്രമന്ത്രിയുടെ അനന്തരവന്മാർ തമ്മിൽ വെടിവയ്പ്. ഒരാൾ മരിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റോയിയുടെ അനന്തരവന്മാർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇസ്രയേൽ ആക്രമണം ശക്തം. ഗാസയിലെങ്ങും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം വീടുകൾക്ക് നേരെയുണ്ടായ ബോംബ് ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 91 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 133 പേർക്ക് പരിക്കേറ്റു. ഫെബ്രുവരി 2-ന് നടന്ന സെറ്റ് പരീക്ഷയിൽ 20.07% വിജയം. മധ്യവേനലവധിക്ക് മുന്നോടിയായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട 26.16 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. ക്യൂബയെ കണ്ടുപഠിക്കാൻ. ആരോഗ്യം, കായികം, യുവജനകാര്യം, ഉന്നത വിദ്യാഭ്യാസം, സാംസ്കാരികം, ബയോടെക്നോളജി, ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ ക്യൂബയുമായി സഹകരിക്കുന്നതിന് കേരള മന്ത്രിസംഘം ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ ഡൽഹിയിൽ കണ്ടു. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത വരാൻ കുറഞ്ഞത് 3 വർഷം വേണമെന്നിരിക്കെ റെയിൽ വഴി കണ്ടെയ്നർ നീക്കത്തിന് താൽക്കാലിക സൗകര്യമൊരുക്കുന്നതിൽ റെയിൽവേക്ക് മെല്ലെ പോക്ക്. അതിർത്തി തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആക്രമണം. കുത്തേറ്റയാൾ മരിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 19-ന് സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ലഹരിമരുന്ന് കൈവശം വച്ചതിന് 190 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 197 പേർ അറസ്റ്റിലായി.
പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക, മിനിമം പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വൈദ്യുതി മേഖലയിൽ അപകടം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് KCB സംഘടിപ്പിക്കുന്ന സേഫ്റ്റ് കോൺക്ലേവിന് തുടക്കമായി. വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. 2026 ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. വിരാട് കോഹ്ലിക്ക് ശേഷം IPL ക്യാപ്റ്റനാകുന്ന പ്രായം കുറഞ്ഞ താരം റിയാൻ പരാഗ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.